Hi dears, Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണിത്. ഓവൻ ഇല്ലാതെ തന്നെയാണ് ഈ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണതെന്ന് നോക്കാം. അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യണേ. അതിൽ ഓൾ എന്ന് തന്നെ ഇനാബിൾ ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാതും മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് പിന്നെ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 1/4 കപ്പ് മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അത് ഫില്ലാക്കി കൊടുത്തേക്കുന്നത്. അങ്ങനെ 1 കപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഒരു തവണ അരിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്താലും മതിയാവും. ഇപ്പം ഞാനിവിടെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഈ ബൗൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം. പിന്നെ നമ്മുടെ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. 1 കപ്പ് പൗഡർ ഷുഗർ അല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ഒന്ന് ബീറ്റാക്കി എടുക്കാനായിട്ട്. ഈ മുട്ട നന്നായി പൊങ്ങി വരുമ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അല്പമായിട്ട് വേണം ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കാനായിട്ട്. ഇപ്പം മുട്ട നന്നായി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പം ആയി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ട് തന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. വളരെ സ്ലോ ആയിട്ട് വേണം ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ട താന്നു പോകാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാല് 1/2 കപ്പ് പാലാണ് അത് ഒഴിച്ചു കൊടുക്കാം. അല്പമായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. ഈ നമുക്ക് പാലും അതുപോലെ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ടും മുട്ട ബീറ്റ് ചെയ്ത് വെച്ച ശേഷം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലോർ ഇട്ട് കൊടുക്കുന്നതിനായിട്ട് മുൻപ് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഓയിലും മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അതും ഈ രീതിയിൽ തന്നെ പതുക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അല്പമായി മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ സ്പീഡായി ചെയ്യുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് താന്നു പോകും. അതുകൊണ്ടാണ് പതുക്കെ ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. ഇനി ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന കേക്ക് ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമാണ് ബാറ്റർ ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് പൊങ്ങി വരുമ്പോൾ അത് പെട്ടെന്ന് താന്നു പോവും. കേക്കിൻ്റെ ടിന്ന് ശരിക്കല്ലെങ്കിൽ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലൊരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് മാത്രം ഒരു 45 മിനിറ്റ്സ് ബേക്കാക്കി എടുക്കാം. അതിന് മുൻപ് നമ്മളിത് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുന്നതിന് മുൻപ് ആ പാത്രം ഒന്ന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള ക്രീം ഒന്ന് വിപ്പാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീം ഞാനിവിടെ എടുത്തേക്കുന്നത് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഈ കോൺഫ്ലവർ കൂടിയിട്ടിട്ട് ഈ ക്രീം ബീറ്റാക്കി എടുക്കുമ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും.
കണ്ടില്ലേ, നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കുക. അതുപോലെ ബീറ്റ് ചെയ്യുന്ന ആ ബൗളും കൂടി ഒന്ന് തണുപ്പിച്ചെടുക്കുക. നമ്മുടെ ക്രീമിനും നല്ല തണവ് വേണം. ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുള്ള ക്രീമായിരിക്കണം കേട്ടോ. പക്ഷേ ക്രീം നല്ല തണവുണ്ടായിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ചോക്ലേറ്റ് ക്രീം ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കത് ചോക്ലേറ്റ് ക്രീമായിട്ട് കിട്ടും. അതിനുശേഷം ഞാൻ കേക്ക് ചൂടാറി വന്നപ്പോൾ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചത്. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചത് ആക്കി കൊടുക്കുകയാണ്. ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റാക്കിയത്. അതിനുശേഷം പിന്നെ സെക്കൻഡ് ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ബീറ്റാക്കി വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാണ് ഫുള്ളായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ഗാർണിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും. ഇത് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു കേക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് നമ്മുടെ ക്രീം വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ട് മാത്രമല്ല, എന്നിട്ട് അതിൻ്റെ മുകളിലും ചെറീസ് വെച്ച് കൊടുത്തേക്കാണ്. അതിനുശേഷം കേക്ക് 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ കണ്ടില്ലേ റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഞാനിത് 2 ലെയർ മാത്രമാണ് ആക്കിയിട്ടുള്ളൂ. ആ ചോക്ലേറ്റ് നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്തതും പിന്നെ നമ്മൾ ലെയറിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ കൂടിയാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ടും പറ്റും. കൂടുതൽ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻസായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്. എന്നിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.